അപ്പോ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു അല്ലേ? എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയൊക്കെ പാസ്സായി. ഇനി ആ വിജയത്തിന്റെ ഔദ്യോഗികമായൊരു പ്രൂഫ് കയ്യിൽ കിട്ടണ്ടേ? അതാണ് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. പക്ഷെ അത് കിട്ടാനുള്ള വഴി ചിലപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. പേടിക്കണ്ട, നമുക്കതങ്ങ് സിമ്പിളാക്കിയെടുക്കാം. ഓരോ സ്റ്റെപ്പും കൃത്യമായി മനസ്സിലാക്കാം. അപ്പോ നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് പറയാം. ആദ്യം ഈ സർട്ടിഫിക്കറ്റ് എന്തിനാണ് ഇത്ര പ്രധാനപ്പെട്ടത് എന്ന് നോക്കാം. പിന്നെ അപേക്ഷിക്കാൻ 2 വഴികളുണ്ട്, ഓൺലൈനും ഓഫ്ലൈനും. അത് രണ്ടും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. പിന്നെ ഫീസ് എത്രയാവും, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് ടിപ്സും കാര്യങ്ങളും. ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഒരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ODC വെറുമൊരു പേപ്പർ കഷ്ണമാണെന്ന് വിചാരിക്കരുത്. ഇത് ശരിക്കും നിങ്ങളുടെ ഭാവിയുടെ ഒരു താക്കോലാണ്. ഒരു നല്ല ജോലിക്ക് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഉപരിപഠനത്തിന് പോകാനോ, എന്തിന് വിദേശത്തേക്ക് പോകാൻ വരെ ഈ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. നിങ്ങൾ പഠിച്ച് നേടിയതിന്റെ ഒഫീഷ്യൽ പ്രൂഫാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ. കാരണം അത് വെച്ചാണ് നിങ്ങൾ ഓൺലൈനായിട്ടാണോ അതോ പോസ്റ്റലായിട്ടാണോ അപേക്ഷിക്കേണ്ടത് എന്ന് യൂണിവേഴ്സിറ്റി തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് എടുത്തു നോക്കിക്കേ. അതിൽ അക്ഷരങ്ങളും അക്കങ്ങളും ഒരുമിച്ചാണോ വരുന്നത്? അതായത് ആൽഫന്യൂമറിക്കാണോ അതോ വെറും അക്കങ്ങൾ മാത്രമാണുള്ളത്? ഈ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി ഏതു വഴിക്ക് പോകണം എന്ന് നമുക്ക് സിമ്പിളായിട്ട് തീരുമാനിക്കാം. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഇതാണ് ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ്. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറിൽ അക്ഷരങ്ങളും അക്കങ്ങളും, അതായത് ആൽഫന്യൂമറിക് ആണെങ്കിൽ നിങ്ങൾ ലക്കിയാണ്. നിങ്ങൾ റെഗുലർ സ്റ്റുഡൻറ്റോ SD സ്റ്റുഡൻറ്റോ ആവട്ടെ, നിങ്ങൾക്കെല്ലാം ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. നേരെ മറിച്ച് നിങ്ങളുടെ നമ്പറിൽ അക്കങ്ങൾ മാത്രമാണുള്ളതെങ്കിൽ, അതായത് ഒരു പഴയ രജിസ്ട്രേഷൻ ആണെങ്കിൽ, നിങ്ങൾ ആ പഴയ രീതി തന്നെ ഫോളോ ചെയ്യണം. അതായത് ഫോം ഫില്ല് ചെയ്ത് പോസ്റ്റലായി അയക്കണം. പ്രൈവറ്റ് സ്റ്റുഡൻസിനും ഇത് തന്നെയാണ് വഴി. ശരി, അപ്പോൾ നമുക്ക് ആദ്യം ആൽഫന്യൂമറിക് രജിസ്ട്രേഷൻ നമ്പർ ഉള്ളവരുടെ കാര്യമെടുക്കാം. അതായത് ലേറ്റസ്റ്റായി പാസ്ഔട്ടായ മിക്കവാറും എല്ലാവർക്കും ഈ രീതിയായിരിക്കും. ഇത് കംപ്ലീറ്റ്ലി ഓൺലൈനാണ്, വളരെ എളുപ്പവുമാണ്. ഇതിനൊരു 6 സ്റ്റെപ്പേ ഉള്ളൂ. ആദ്യം ecertificates.uoc.ac.in എന്ന സൈറ്റിൽ ഒരു പുതിയ യൂസറായി രജിസ്റ്റർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. അടുത്തതായി കോഴ്സ് ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഫീസ് ഓൺലൈനായി അടയ്ക്കുക. അവസാനം ഒരു ഫൈനൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത്രയുള്ളൂ. ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ 2023 ഓഗസ്റ്റ് മുതൽ ഇതിൻ്റെ പ്രിൻ്റൗട്ട് എടുത്ത് യൂണിവേഴ്സിറ്റിക്ക് അയക്കേണ്ട കാര്യമില്ല. എല്ലാം ഓൺലൈനിൽ തീർന്നു. ഈ സ്ക്രീനിൽ കാണുന്നില്ലേ, ഇവിടെയാണ് നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും വരരുത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ പേരും വിവരങ്ങളും ടൈപ്പ് ചെയ്യണം. പിന്നെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഫയൽ സൈസ് 100 KB-ക്കും 1 MB-ക്കും ഇടയിലായിരിക്കണം. റെസൊല്യൂഷനും ഒരു 500-800 പിക്സലെങ്കിലും വേണം. അല്ലെങ്കിൽ ഫോട്ടോ ക്ലിയർ അല്ലെന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് വേണ്ടല്ലോ. ഓക്കെ, ഇനി നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറിൽ അക്കങ്ങൾ മാത്രമാണോ ഉള്ളതെങ്കിലോ? വിഷമിക്കണ്ട, നിങ്ങൾക്കുള്ള വഴിയും സിമ്പിളാണ്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഫീസ് ഓൺലൈനായി അടയ്ക്കണം, പക്ഷേ ആപ്ലിക്കേഷനും ബാക്കി പേപ്പേഴ്സും പോസ്റ്റലായി അയച്ചു കൊടുക്കണം. ഇതാണ് ആ ഫോം. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ എഴുതണം ട്ടോ. ഇവിടെ 4 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യം ഓൺലൈനായി ഫീസ് അടയ്ക്കുക. ആ ഫീസ് അടയ്ക്കുമ്പോൾ ORF 11 എന്ന പർപ്പസ് കോഡ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് നേരത്തെ കണ്ട ഫോം ഡൗൺലോഡ് ചെയ്ത് ഫിൽ ചെയ്യുക. വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം അതിൻ്റെ കൂടെ വയ്ക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫീസ് അടച്ചതിൻ്റെ ഒറിജിനൽ റെസിപ്റ്റ്, ആ ചലാൻ, ഇതിൻ്റെ കൂടെ വെച്ച് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസിൻ്റെ അഡ്രസ്സിലേക്ക് അയയ്ക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ആ കവറിനകത്ത് വെക്കേണ്ടതെന്ന് നോക്കാം. ഒരു കാരണവശാലും ആപ്ലിക്കേഷൻ തിരിച്ചു വരാതിരിക്കാൻ ഈ ലിസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഫീസ് അടച്ചതിൻ്റെ ഒറിജിനൽ ചലാൻ, പിന്നെ നിങ്ങളുടെ SSLC ബുക്കിൻ്റെ ആദ്യത്തെ പേജിൻ്റെ കോപ്പി, എല്ലാ മാർക്ക് ലിസ്റ്റിൻ്റെയും കോപ്പി, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഇതെല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്യാൻ മറക്കരുത്. CSS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും വെക്കണം. അടുത്തത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഇതിന് എത്ര രൂപയാവും? ഫീസിൻ്റെ കാര്യം നമുക്ക് കൃത്യമായിട്ട് തന്നെ നോക്കാം. ഇത് നിങ്ങളുടെ ബേസ് ഫീസാണ്. നിങ്ങൾ ഏത് കോഴ്സാണ് ചെയ്തത് എന്നതിനനുസരിച്ച് ഇതിൽ മാറ്റം വരും. പക്ഷേ ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു 50 രൂപ പോസ്റ്റൽ ചാർജും പിന്നെ ഒരു 50 രൂപ അപ്ലിക്കേഷൻ ഫീസും വരും. അപ്പോൾ ഒരു സാധാരണ UG ഡിഗ്രിക്ക് 270 രൂപ ബേസ് ഫീസും പിന്നെ ഈ 100 രൂപയും ചേർത്ത് ആകെ 370 രൂപയാവും. ഇതൊരു ചെറിയ ടിപ്പാണ്. നിങ്ങൾ കോഴ്സ് പാസ്സായി 1 വർഷത്തിനകം തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം കാശ് കൊടുക്കേണ്ടി വരില്ല. സമയം വൈകുന്തോറും യൂണിവേഴ്സിറ്റി ഒരു സെർച്ച് ഫീ ഈടാക്കും.
അതായത് നിങ്ങളുടെ പഴയ ഫയലുകളൊക്കെ തപ്പിയെടുക്കുന്നതിനുള്ള ഒരു ചാർജ്. 10 വർഷമൊക്കെ കഴിഞ്ഞാൽ ഈ ഫീസ് മാത്രം 1000-ന് മുകളിലാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുന്നതാണ് നിങ്ങളുടെ പോക്കറ്റിന് നല്ലത്. ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാം. സാധാരണ രീതിയിൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ 370 രൂപയാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി വേഗത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 520 രൂപ അധികം കൊടുത്ത് അർജന്റ് മോഡിൽ അപേക്ഷിക്കാം. ഇനി അതും പോരാ, വളരെ പെട്ടെന്ന് വേണമെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് മോഡുണ്ട്. പക്ഷേ അതിന് ഏകദേശം 3200 രൂപയോളം അധികം വരും. ഒരു കാര്യം ഓർക്കണം, ഈ ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷൻ ആൽഫ ന്യൂമറിക് രജിസ്ട്രേഷൻ നമ്പർ ഉള്ളവർക്ക് മാത്രമേ കിട്ടൂ. ശരി, ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ കേസുകൾ നോക്കാം. പ്രധാനമായും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, അതായത് SDE സ്റ്റുഡൻസിൻ്റെ ചില കാര്യങ്ങളും പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് പൊതുവായ ടിപ്സും. നിങ്ങളൊരു SDE സ്റ്റുഡൻ്റ് ആണെങ്കിൽ ചില ജോലികൾക്കോ ഉപരിപഠനത്തിനോ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു സെയിം ആസ് സർട്ടിഫിക്കറ്റ് ആവശ്യം വന്നേക്കാം. ഇത് വേറൊന്നുമല്ല, നിങ്ങളുടെ ഡിസ്റ്റൻസ് ഡിഗ്രി ഒരു റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണെന്ന് കാണിക്കുന്നൊരു സർട്ടിഫിക്കറ്റാണ്. ഇതിനെ അപേക്ഷിക്കാൻ നിങ്ങളുടെ SSLC, +2 ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ മതിയാവും. ഓക്കെ, അപ്പോൾ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഈ 5 കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഇമെയിലും ഫോൺ നമ്പറും വർക്കിംഗ് ആണെന്ന് ഉറപ്പാക്കുക. അഡ്രസ്, പിൻകോഡ് അടക്കം ഒന്നുകൂടി ചെക്ക് ചെയ്യുക. എല്ലാ പരീക്ഷയുടെയും റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. പിന്നെ നിങ്ങളുടെ പേര് +2 സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെയാണോ എല്ലാ ഡോക്യുമെന്റ്സിലും എന്ന് നോക്കുക. അവസാനം ഫീസ് അടയ്ക്കുമ്പോൾ കറക്റ്റ് പർപ്പസ് കോഡ് തന്നെയാണോ കൊടുത്തതെന്നും ഉറപ്പുവരുത്തുക. ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് തലവേദന ഒഴിവാക്കാം. ഈ അർജന്റ്, ഫാസ്റ്റ് ട്രാക്ക് പോലുള്ള ഓപ്ഷൻസൊക്കെ യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കാനുള്ളൊരു ശ്രമമാണിത്. നല്ലൊരു കാര്യമാണതല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ക്ലിയർ ഐഡിയ കിട്ടിയില്ലേ? ഇനി ആർക്കും ഒരു കൺഫ്യൂഷൻ്റെയും ആവശ്യമില്ല. ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ കരിയറിലെ അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോവുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.